വിശദമായ വാർത്തകൾ നോക്കാം. ഹിസ്ബുള്ളയുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് 13 പേരെ കുവൈത്ത് പോലീസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. അബ്ദലി ചാരക്കേസ് പ്രതികൾക്ക് വേണ്ടി ആരംഭിച്ച പരിശോധനാ ക്യാമ്പയിനിലാണ് ഒരു പിടികിട്ടാപ്പുള്ളി ഉൾപ്പെടെ 13 പേർ പിടിയിലായത്. ലെബനോൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുമായും ഇറാനിലെ റവല്യൂഷണറി ഗാർഡുമായും ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് 13 പേരെ രാജ്യസുരക്ഷാ വിഭാഗം കസ്റ്റഡിയിലെടുത്തത്. പബ്ലിക് പ്രോസിക്യൂഷന് മുന്നിൽ ഹാജരാക്കിയ ഇവരെ 21 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതായി ഉന്നത പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. അബ്ദലി ചാരക്കേസ് പ്രതികൾക്ക് താമസ സൗകര്യമൊരുക്കിയതായി സംശയിക്കപ്പെടുന്ന 6 കുവൈത്ത് പൗരന്മാർക്ക് പബ്ലിക് പ്രോസിക്യൂഷന് മുന്നിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ ചാരക്കേസ് പ്രതികൾക്ക് ഇറാൻ എംബസി അഭയം നൽകിയതായ വാർത്ത കുവൈത്തിലെ ഇറാൻ അംബാസഡർ നിഷേധിച്ചു. ഇത്തരം അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾ ഇറാനും കുവൈത്തും തമ്മിൽ കാലങ്ങളായി തുടരുന്ന ഉഭയകക്ഷി സൗഹൃദത്തിന് ഉലച്ചിലുണ്ടാക്കുമെന്നും കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയവുമായി ആലോചിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും അംബാസഡർ അലി റിദ ഇനായത്തി പറഞ്ഞു. അബ്ദലി ചാരക്കേസ് പ്രതികൾ ഇറാൻ എംബസിയിൽ ഒളിച്ചു കഴിയുകയാണെന്നും പ്രതികൾക്ക് രക്ഷപ്പെടാൻ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തതായും പ്രാദേശിക ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് അംബാസഡർ നിഷേധിച്ചത്. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. സൗദി ആഭ്യന്തര മന്ത്രാലയം 2012 പുറത്തുവിട്ട തീവ്രവാദ പട്ടികയിലെ 3 സ്വദേശികൾ കീഴടങ്ങി. സുരക്ഷാ വിഭാഗവുമായി ബന്ധപ്പെട്ട ഇവർ കീഴടങ്ങാനുള്ള സന്നദ്ധത അറിയിക്കുകയായിരുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. മുഹമ്മദ് ഈസ അൽ ലിബാദ്, റംസി മുഹമ്മദ് ജമാൽ, അലി ഹസൻ അൽ സായിദ് എന്നീ സ്വദേശികളാണ് കഴിഞ്ഞ ദിവസം കീഴടങ്ങിയത്. 23 പേരുടെ പട്ടികയിലെ 8 പേർ നേരത്തെ വിവിധ സന്ദർഭങ്ങളിൽ സുരക്ഷാ വകുപ്പിന് കീഴടങ്ങിയിരുന്നു. 9 പേരെ വിവിധ സന്ദർഭങ്ങളിലും ഏറ്റുമുട്ടലുകളിലുമായി പിടിക്കപ്പെടുകയും ചെയ്തു. അതോടെ ഈ പട്ടികയിൽ അവശേഷിക്കുന്നത് 3 പേർ മാത്രമാണ്. ഇവരോട് ആഭ്യന്തര മന്ത്രാലയം കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഖത്തറിലെ ഹമദ് രാജ്യാന്തര ഹമദ് പോർട്ടിൽ കഴിഞ്ഞ മാസം എത്തിയ കപ്പലുകളുടെ എണ്ണത്തിൽ വൻ വർധന. മുൻ മാസത്തെ അപേക്ഷിച്ച് 75% വർധനയാണ് രേഖപ്പെടുത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ജൂലൈ മാസത്തിൽ 371 കപ്പലുകൾ ഹമദ് പോർട്ടിൽ എത്തിയതായി പോർട്ട് അധികൃതർ വ്യക്തമാക്കി. ലെബനോൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുമായും ഇറാനിലെ റവല്യൂഷണറി ഗാർഡുമായും ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് 13 പേരെ രാജ്യസുരക്ഷാ വിഭാഗം കസ്റ്റഡിയിലെടുത്തത്. പബ്ലിക് പ്രോസിക്യൂഷന് മുന്നിൽ ഹാജരാക്കിയ ഇവരെ 21 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതായി ഉന്നത പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. അബ്ദലി ചാരക്കേസ് പ്രതികൾക്ക് താമസ സൗകര്യമൊരുക്കിയതായി സംശയിക്കപ്പെടുന്ന 6 കുവൈത്ത് പൗരന്മാർക്ക് പബ്ലിക് പ്രോസിക്യൂഷന് മുന്നിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ ചാരക്കേസ് പ്രതികൾക്ക് ഇറാൻ എംബസി അഭയം നൽകിയതായ വാർത്ത കുവൈത്തിലെ ഇറാൻ അംബാസഡർ നിഷേധിച്ചു. ഇത്തരം അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾ ഇറാനും കുവൈത്തും തമ്മിൽ കാലങ്ങളായി തുടരുന്നു. ഖത്തർ വിഷയത്തിൽ പുതിയ ഒത്തുതീർപ്പ് നിർദ്ദേശവുമായി കുവൈത്ത് അമീർ. ഇത് സംബന്ധിച്ച അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ സബാഹിന്റെ സന്ദേശവുമായി വിദേശകാര്യ മന്ത്രി ഷെയ്ഖ് സബാഹ് അൽ ഹാലിദ് അസബാഹും സംഘവും സൗദിയിലേക്ക് തിരിച്ചു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന് കത്ത് കൈമാറിയ ശേഷം ഈജിപ്തിലേക്ക് പോകുന്ന സംഘം പ്രസിഡന്റ് അബ്ദുൽ ഫത്തഹ് അൽ സിസിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അമീറിന്റെ സന്ദേശം കൈമാറുകയും ചെയ്യും. വിദേശകാര്യമന്ത്രിക്ക് പുറമെ ക്യാബിനറ്റ് കാര്യ വാർത്താവിനിമയ മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ അബ്ദുള്ളയും സംഘത്തിലുണ്ട്. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ജസീറ ചാനലിന് പ്രവർത്തനാനുമതി നിഷേധിക്കുമെന്ന ഇസ്രായേൽ മുന്നറിയിപ്പിനെതിരെ ചാനൽ രംഗത്തെത്തി. അൽ ജസീറയുടെ ജെറൂസലം ഓഫീസ് അടച്ചുപൂട്ടുമെന്നും ചാനൽ ജീവനക്കാരുടെ അംഗീകാരം റദ്ദാക്കുമെന്നായിരുന്നു ഇസ്രായേലിന്റെ ഭീഷണി. ചാനലിനെ തളയ്ക്കാനുള്ള നീക്കത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയരുന്നുണ്ട്. ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ച GCC അയൽ രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന നിലക്കാണ് ഇസ്രായേൽ വീണ്ടും അൽ ജസീറക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ജെറുസലേമിലെ ഓഫീസ് അടച്ചുപൂട്ടുമെന്നും ചാനൽ ജീവനക്കാരുടെ അംഗീകാരം റദ്ദാക്കുമെന്നുമുള്ള ഇസ്രായേൽ വാർത്താവിനിമയ മന്ത്രി അയ്യൂബ് കാരയുടെ ഭീഷണിയെ നിയമപരമായി മറികടക്കുമെന്ന് അൽ ജസീറ മീഡിയ നെറ്റ്വർക്ക് അറിയിച്ചു. തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു എന്നാരോപിച്ച് ചാനൽ ഓഫീസ് അടച്ചുപൂട്ടാനായി നിയമം പാസാക്കുന്നതിന് അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കുമെന്നും അയ്യൂബ് കാര പറഞ്ഞിരുന്നു. ഇസ്രയേലിന്റെ അധിനിവേശത്തിലുള്ള ഫലസ്തീൻ പ്രദേശങ്ങളിൽ അന്താരാഷ്ട്ര മര്യാദകളും രീതികളും പാലിച്ചുകൊണ്ടുള്ള നീതിയുക്തമായ മാധ്യമപ്രവർത്തനം തുടരുമെന്നും അൽ ജസീറ വ്യക്തമാക്കി. ഗസ തുരുത്തിലെ ഇസ്രയേൽ അതിക്രമങ്ങൾ തുറന്നുകാട്ടിയ അൽ ജസീറ അടുത്തിടെ മസ്ജിദുൽ അക്സയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തതും ഇസ്രയേലിനെ ചൊടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തന്നെ അൽ ജസീറക്കെതിരെ നടപടിയുണ്ടാവുമെന്ന് മുന്നറിയിപ്പ് നൽകി. അതിനിടെ ബ്രിട്ടൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തക സംരക്ഷണ സമിതിയും അറബ് മനുഷ്യാവകാശ സംഘടനയും സ്വിറ്റ്സർലൻഡ് മനുഷ്യാവകാശ സംഘടനയും നീക്കത്തെ അപലപിച്ചു. ജനീവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യൂറോ മെഡിറ്ററേനിയൻ മനുഷ്യാവകാശ സംഘടനയും ഇസ്രായേൽ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്.
ഖുദ്സിൽ നിന്ന് അൽ ജസീറ ചാനലിന്റെ പ്രവർത്തനം വിലക്കാനുള്ള നീക്കം ഇസ്രയേലിന്റെ അടിച്ചമർത്തൽ നയത്തിന്റെ ഭാഗമാണെന്ന് ഫലസ്തീൻ ഭരണകൂടം അഭിപ്രായപ്പെട്ടു. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ഒമാനിലെ ആശുപത്രികളിൽ കഴിഞ്ഞ വർഷമുണ്ടായ മരണങ്ങളിൽ 1/3 കാരണം ഹൃദ്രോഗവും അനുബന്ധ പ്രശ്നങ്ങളും. ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ, കൊഴുപ്പേറിയ ഭക്ഷണം, വ്യായാമത്തിലെ കുറവ് എന്നിവയാണ് ഹൃദ്രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണം. ഹൃദ്രോഗികളുടെ എണ്ണം പ്രതിദിനം എന്ന വണ്ണം വർദ്ധിക്കുന്നതായി ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്തുന്നു. ആശുപത്രികളിലുണ്ടായ 25% മരണങ്ങൾക്കും ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയാണെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കഴിഞ്ഞ വർഷത്തെ വാർഷിക റിപ്പോർട്ട് പറയുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ആശുപത്രികളിൽ 981 ഹൃദ്രോഗികളാണ് മരണപ്പെട്ടത്. പകർച്ചവ്യാധി ഇതര രോഗങ്ങളുടെ ചികിത്സ ചെലവേറിയതും നീണ്ടതുമാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വ്യക്തിതലത്തിലും സാമൂഹിക തലത്തിലുമുള്ള ബാധ്യതകൾ കുറയ്ക്കാൻ കഴിയുമെന്ന് റിപ്പോർട്ട് പറയുന്നു. അമിത രക്തസമ്മർദ്ദവും ആരോഗ്യമേഖലയിൽ ആശങ്ക പടർത്തുന്നുണ്ട്. പകർച്ചവ്യാധി ഇതര രോഗങ്ങൾ ബാധിച്ച 44 പേരാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയത്. റോഡപകടങ്ങൾ ഉയർന്ന തോതിലുള്ള മരണത്തിനും പരിക്കിനും വൈകല്യത്തിനുമെല്ലാം കാരണമാകുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. കഴിഞ്ഞ വർഷം വാഹനാപകടങ്ങളുടെ കുറവുണ്ടായിരുന്നുവെങ്കിലും മരണങ്ങളുടെയും പരിക്കേറ്റവരുടെയും എണ്ണം പൊതുവെ ഉയർന്ന തോതിലാണ്. ആശുപത്രിയിലെത്തിക്കുന്നതിന് മുൻപേ മരണപ്പെട്ട 569 സംഭവങ്ങളാണ് ഉണ്ടായത്. 90 മരണങ്ങൾ ആശുപത്രിയിൽ വെച്ച് നടന്നു. മൊത്തം മരണങ്ങളിൽ 8.3% അപകടങ്ങൾ മൂലം നടന്നത്. ആരോഗ്യമേഖലയുടെ മൊത്തം ചെലവിൽ കുറവ് രേഖപ്പെടുത്തിയതായും കണക്കുകൾ പറയുന്നു. മീഡിയ 1, മസ്കത്ത്. ദുബായ് മറീനയിൽ വീണ്ടും തീപിടുത്തം. മറീനയിലെ ഹോട്ടൽ കെട്ടിടത്തിലാണ് ഇന്ന് തീപിടിച്ചത്. 4 ദിവസത്തിനിടെ ഈ മേഖലയിൽ 3ാം തവണയാണ് കെട്ടിടങ്ങൾക്ക് തീപിടിക്കുന്നത്. ദുബൈയിലെ ആഡംബര താമസമേഖലയായ മറീന മേഖലയിൽ കെട്ടിടങ്ങൾ തീപിടിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ ടോർച്ച് ടവറിലുണ്ടായ വൻ തീപിടുത്തത്തിന്റെ ഞെട്ടൽ മാറും മുമ്പെയാണ് 2 കെട്ടിടങ്ങളിൽ കൂടി തീപിടിച്ചത്. ഇവിടെയും ആളപായമില്ലാതെ താമസക്കാരെ ഒഴിപ്പിക്കാൻ സാധിച്ചു. മറീന മൂവൻപിക് ഹോട്ടലിലാണ് ഇന്ന് രാവിലെ തീപിടുത്തമുണ്ടായത്. ഹോട്ടലിലെ താമസക്കാരെ ഞൊടിയിടയിൽ ഒഴിപ്പിക്കേണ്ടി വന്നു. സിവിൽ ഡിഫൻസിന്റെ അഗ്നിശമന വാഹനങ്ങൾ കുതിച്ചെത്തി തീയണച്ചു. ടോർച്ച് ടവറിലെ തീപിടുത്തത്തിന് പിന്നാലെ മറീന പിനാക്കിലെ ടൈഗർ ടവറിലും കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായി. വേനൽക്കാലത്ത് കടുത്ത ചൂട് അനുഭവപ്പെടുന്ന ഗൾഫിൽ കൂറ്റൻ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും അലങ്കാരത്തിനും ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകളും ഇതോടെ വർദ്ധിച്ചിട്ടുണ്ട്. മീഡിയ 1, ദുബായ്. നേരത്തെ പൂർത്തിയാക്കാൻ സാധിക്കാത്തൊരു വാർത്തയിലേക്ക്. ഖത്തറിലെ ഹമദ് രാജ്യാന്തര പോർട്ടിൽ കഴിഞ്ഞ മാസം എത്തിയ കപ്പലുകളുടെ എണ്ണത്തിൽ വൻ വർധന. മുൻ മാസത്തെ അപേക്ഷിച്ച് 75% വർധനയാണ് രേഖപ്പെടുത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ജൂലൈ മാസത്തിൽ 371 കപ്പലുകൾ ഹമദ് പോർട്ടിൽ എത്തിയതായി പോർട്ട് അധികൃതർ വ്യക്തമാക്കി. ജൂൺ 4-ന് സൗദി സഖ്യരാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്നാണ് ഖത്തർ ഹമദ് രാജ്യാന്തര തുറമുഖത്തിന്റെ സാധ്യത കാര്യമായി പ്രയോജനപ്പെടുത്തി തുടങ്ങിയത്. ഇതേ തുടർന്നാണ് പോർട്ടിലെത്തുന്ന കപ്പലുകളുടെ എണ്ണത്തിൽ അസാധാരണമായ വർധനയുണ്ടായതെന്ന് തുറമുഖ അധികൃതർ വ്യക്തമാക്കി. നേരത്തെ UAE വഴിയായിരുന്നു പ്രധാനമായും കപ്പലുകൾ ദോഹയിലെത്തിയിരുന്നത്. എന്നാൽ UAE വിലക്കേർപ്പെടുത്തിയതോടെ ഖത്തർ പുതിയ പാത തെരഞ്ഞെടുക്കുകയായിരുന്നു. ഈ പാത വഴിയാണിപ്പോൾ കപ്പലുകൾ എത്തുന്നത്. രാജ്യത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഷൻ 2030ന്റെ ഭാഗമായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിപുലമായ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹമദ് പോർട്ട് രൂപകൽപ്പന ചെയ്തത്. കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയും കയറ്റുമതിയും രാജ്യം പുതിയ പോർട്ടിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും മികച്ച തുറമുഖങ്ങളിൽ ഒന്നാണ് ഹമദ് പോർട്ടെന്നും അധികൃതർ വ്യക്തമാക്കി. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. സൗദി അറേബ്യയിൽ ആശ്രിത ഫീസ് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ സ്വകാര്യ സ്കൂളുകളിൽ 15% വരെ വിദ്യാർത്ഥികൾ കുറയുമെന്ന് സംരംഭകർക്ക് ആശങ്ക. സൗദി സിലബസിലുള്ള സ്വകാര്യ സ്കൂളുകളെയും വിദേശ സിലബസിലുള്ള സ്കൂളുകൾക്കും തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട്. സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന അവസ്ഥയോളം ആശങ്ക നിലവിലില്ലെങ്കിലും വിദ്യാർത്ഥികളുടെ കുറവ് ഈ രംഗത്തെ വരുമാനത്തെ സാരമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. വിദേശ ജോലിക്കാരുടെ ആശ്രിതർക്ക് ലെവി ഏർപ്പെടുത്തിയത് കാരണം നിരവധി കുടുംബങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് സംരംഭകർ ആശങ്കയിലായത്. പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികളുടെ എണ്ണത്തിൽ 10 മുതൽ 15% വരെ കുറവ് പ്രതീക്ഷിക്കേണ്ടിവരുമെന്ന് കിഴക്കൻ പ്രവിശ്യ ചേംബറിലെ സ്വകാര്യ സ്കൂൾ സമിതി പ്രതിനിധി അബ്ദുൽ വഹാബ് അൽ-ഖിലൈവി പറഞ്ഞു. കിഴക്കൻ പ്രവിശ്യയിൽ സ്വദേശി വിദ്യാർത്ഥികളെക്കാൾ വിദേശി വിദ്യാർത്ഥികളാണ് കൂടുതലുള്ളത്. അവരുടെ കൊഴിഞ്ഞുപോക്ക് ഈ മേഖലയിലെ മുതൽ മുടക്കിനെ സാരമായി ബാധിക്കുമെന്നും സ്വകാര്യ വിദ്യാഭ്യാസ രംഗത്തെ സംരംഭകനായ മാജിദ് അൽ-ഖന്നാസ് പറഞ്ഞു. വിദ്യാർത്ഥികൾ TC വാങ്ങുന്ന പ്രവണത കഴിഞ്ഞ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടച്ചുപൂട്ടൽ ഭീഷണി തുടക്കത്തിൽ ബാധിക്കുക ചെറിയ സ്കൂളുകളെയാണ്.
താരതമ്യേന കൂടുതൽ വിദ്യാർത്ഥികളുള്ള സ്കൂളുകളിൽ നിർണിത ശതമാനം വിദ്യാർത്ഥികൾ കുറഞ്ഞാലും അടുത്ത വർഷങ്ങളിലും മാറ്റമില്ലാതെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അൽഖനാസ് പറഞ്ഞു. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ അധ്യാപക ജോലിയിൽ നിന്ന് സ്വദേശികൾ പിന്മാറുന്നതായി റിപ്പോർട്ട്. 2 വർഷത്തിനിടയിൽ 2175 കുവൈത്തി അധ്യാപകരാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് ജോലി രാജിവെച്ചത്. മന്ത്രാലയത്തിലെ തന്നെ മറ്റു തസ്തികകളിലേക്ക് മാറുന്ന അധ്യാപകരുടെ എണ്ണവും വർദ്ധിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി മുഹമ്മദ് അൽ ഫാരിസ് പാർലമെന്റിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്നുള്ള സ്വദേശി അധ്യാപകരുടെ കൊഴിഞ്ഞുപോക്ക് സംബന്ധിച്ച കണക്കുള്ളത്. 2015-ൽ 771 വനിതകൾ ഉൾപ്പെടെ 1018 സ്വദേശി അധ്യാപകരാണ് ജോലി രാജിവെച്ചത്. 2016-ൽ രാജിവെച്ചവരുടെ എണ്ണം 1157 വർദ്ധിച്ചു. ഇതിൽ 328 പുരുഷന്മാരും 829 സ്ത്രീകളുമാണ്. അധ്യാപക ജോലിയിൽ നിന്ന് മന്ത്രാലയത്തിലെ മറ്റ് തസ്തികകളിലേക്ക് മാറ്റം വാങ്ങുന്നവരുടെ എണ്ണവും വർദ്ധിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. 133 സ്വദേശികളാണ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ അധ്യാപനം ഉപേക്ഷിച്ച് മന്ത്രാലയത്തിലെ മറ്റ് തസ്തികകളിലേക്ക് ജോലി മാറിയത്. സർക്കാർ മേഖലയിൽ വിദേശികളെ നിയമിക്കുന്നത് പൂർണ്ണമായും നിർത്തിക്കൊണ്ട് ഈയിടെ മന്ത്രിസഭ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകക്ഷാമം പരിഹരിക്കാൻ വിദേശികളെ നിയമിക്കാതെ നിർവാഹമില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിലപാട്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന പുണ്യനഗരിയിൽ തീർത്ഥാടകർക്കാവശ്യമായ സേവനം ഉറപ്പുവരുത്താൻ സൗദി ആരോഗ്യ മന്ത്രാലയം സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി. ഹജ്ജ് സേവനത്തിലുള്ള ജോലിക്കാർക്കുള്ള പരിശീലന പരിപാടികൾക്ക് തുടക്കം കുറിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ശക്തമായ ചൂടുള്ള സമയത്താണ് ഹജ്ജ് സീസൺ കടന്നുപോകുന്നത്. അതിനാൽ സൂര്യതാപത്തെ നേരിടാനും ആവശ്യമായ ചികിത്സ നൽകാനും ആരോഗ്യ മന്ത്രാലയം പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് സൂര്യതാപം ഏൽക്കാതിരിക്കാൻ മക്ക, മദീന, മിന, അറഫ തുടങ്ങിയ പുണ്യനഗരങ്ങളിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പുതിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തണലില്ലാത്ത സ്ഥലങ്ങളിൽ കൂടുതൽ നേരം ചെലവഴിക്കുന്നത് ഒഴിവാക്കാനുള്ള ബോധവൽക്കരണവും ആരോഗ്യ മന്ത്രാലയം നടത്തും. ഹജ്ജ് ക്യാമ്പുകളും മുത്തവീഫുമാരുടെ ഓഫീസുകളും കേന്ദ്രീകരിച്ച് വിവിധ ഭാഷകളിൽ ബോധവൽക്കരണം നടത്തും. സൂര്യതാപമേറ്റവർക്ക് ആവശ്യമായ ചികിത്സ നൽകാനുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച ജോലിക്കാരും ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ സേവനമനുഷ്ഠിക്കും. അറഫ, മിന എന്നിവിടങ്ങളിൽ 4 വീതവും മക്കയിൽ 7-ഉം മദീനയിൽ 9-ഉം ആശുപത്രികൾ തീർത്ഥാടകരെ ചികിത്സിക്കാൻ സജ്ജീകരിച്ചിട്ടുണ്ട്. മിനായിലെ എമർജൻസി ആശുപത്രി, ന്യൂ മിന ഹോസ്പിറ്റൽ, മിന വാദി ഹോസ്പിറ്റൽ എന്നിവയിൽ മികച്ച സൗകര്യങ്ങളാണ് സജ്ജീകരിക്കുന്നത്. 5000-ലധികം പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളാണ് ആരോഗ്യ മന്ത്രാലയം ഒരുക്കിയത്. ഇവ കൂടാതെ 155 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സേവനത്തിനുണ്ടാകും. മക്ക, മദീന ഇരുഹറമുകളിലും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗങ്ങൾക്ക് പുറമെയാണിത്. ആരോഗ്യ മന്ത്രാലയത്തിന് പുറമെ സൗദി റെഡ് ക്രസന്റും ആരോഗ്യ സേവനത്തിനുണ്ടാകും. എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വിപുലമായ സംവിധാനങ്ങളാണ് റെഡ് ക്രസന്റിന് കീഴിലുള്ളത്. മീഡിയ 1, മക്ക. ജിദ്ദ വിമാനത്താവളം വഴിയുള്ള ഇന്ത്യൻ ഹാജിമാരുടെ തീർത്ഥാടനം നാളെ ആരംഭിക്കും. ബംഗളൂരുവിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ എത്തുക. തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഹജ്ജ് മിഷൻ അധികൃതർ അറിയിച്ചു. അതേസമയം മദീന വഴിയുള്ള ഇന്ത്യൻ ഹാജിമാരുടെ ആഗമനം നാളെ അവസാനിക്കും. ബംഗളൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം തീർത്ഥാടകരുമായി ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. 340 തീർത്ഥാടകരാണ് സംഘത്തിലുണ്ടാവുക. അംബാസഡർ അഹമ്മദ് ജാവേദ്, കോൺസുൽ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ് എന്നിവരുടെ നേതൃത്വത്തിൽ ഹജ്ജ് മിഷൻ അധികൃതർ തീർത്ഥാടകരെ സ്വീകരിക്കും. തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനായി ഹജ്ജ് ടെർമിനൽ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയത്. First flight would be arriving on 8 August at 7 o'clock from Bangalore. This is the first flight that will arrive in Jeddah and it will continue till 26th of August. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടെർമിനലിലെ ഹജ്ജ് മിഷൻ ഓഫീസിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘവും സേവനത്തിനുണ്ടാകും. നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന തീർത്ഥാടകരെ വേഗത്തിൽ മക്കയിലെത്തിക്കുന്നതിനായി മുത്തവീഫ് ഓഫീസുമായി ചേർന്ന് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മക്കയിലെ താമസ കേന്ദ്രങ്ങളിൽ തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനും റൂമുകൾ അനുവദിച്ചു നൽകുന്നതിനും ജീവനക്കാരെ നിയമിച്ചു. തീർത്ഥാടകരെ സ്വീകരിക്കാൻ ജിദ്ദ ഹജ്ജ് ടെർമിനലും മക്കയിലും മലയാളി വളണ്ടിയർമാരും രംഗത്തുണ്ടാകും. അതേസമയം മദീന വഴിയുള്ള ഇന്ത്യൻ ഹാജിമാരുടെ ആഗമനം നാളെ അവസാനിക്കും. പുലർച്ചെ 1 മണിക്ക് ഡൽഹിയിൽ നിന്നാണ് അവസാന വിമാനം. ഇതുവരെയായി 60,000-ഓളം ഇന്ത്യൻ ഹാജിമാർ മദീനയിലെത്തിയിട്ടുണ്ട്. ഇതിൽ 25,000 പേർ മദീന സന്ദർശനം പൂർത്തിയാക്കി മക്കയിലെത്തി. കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർ ഈ മാസം 13 മുതലാണ് ജിദ്ദ വഴി ഹജ്ജിനെത്തുക. റബി മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ. ഇന്ത്യൻ ഹാജിമാർ താമസിക്കുന്ന അസീസിയ കെട്ടിടത്തിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. 172-ാം നമ്പർ കെട്ടിടത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ തീ പടർന്നത്. തീർത്ഥാടകരെ പരിക്കുകൾ കൂടാതെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസും ചേർന്ന് സുരക്ഷിതമായി അടുത്ത കെട്ടിടങ്ങളിലേക്ക് മാറ്റി. 1-ാം നിലയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെയാണ് തീ പടർന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു.
പുക ഉയരുന്നത് കണ്ട ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത്. പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 188 തീർത്ഥാടകരാണ് ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നത്. ഇരു ഹറമുകളുടെയും തീർത്ഥാടകരുടെയും സുരക്ഷ സൗദിയുടെ അതിപ്രധാന വിഷയങ്ങളാണെന്നും അത് ലംഘിക്കുന്നത് ചുവന്ന അതിർത്തി മറിച്ചു കടക്കുന്നതിന് സമാനമാണെന്നും ഇരു ഹറമുകളുടെ മേൽനോട്ട മേധാവിയും മക്ക ഹറം ഇമാമുമായ ഡോക്ടർ അബ്ദുറഹ്മാൻ അസുദൈസ് വ്യക്തമാക്കി. തീർത്ഥാടകരുടെ സേവനത്തിനാവശ്യമായ സജ്ജീകരണങ്ങളാണ് സൗദി ഭരണകൂടം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഹറമുകളുടെ പവിത്രത ഉൾക്കൊണ്ട് സമയം ചെലവഴിക്കണമെന്നും പവിത്രതയ്ക്ക് വിഘ്നം സൃഷ്ടിക്കുന്ന പ്രവൃത്തികളിൽ ഉൾപ്പെടരുതെന്നും തീർത്ഥാടകരോട് ഹറം മേധാവി പറഞ്ഞു. മതാഫ് വിശാലമാക്കൽ ഉൾപ്പെടെയുള്ള ഹറം വികസന പദ്ധതികൾ തീർത്ഥാടകരുടെ സൗകര്യം പരിഗണിച്ച് നടപ്പാക്കുന്നതാണെന്നും ഷെയ്ഖ് സുദൈസ് കൂട്ടിച്ചേർത്തു. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് സൽമാൻ രാജാവിന്റെ അതിഥികളായി ഫലസ്തീനിൽ നിന്ന് 1000 തീർത്ഥാടകരെ കൊണ്ടുവരാൻ രാജാവ് നിർദ്ദേശിച്ചു. രക്തസാക്ഷികളുടെ ബന്ധുക്കൾക്കാണ് ഈ അവസരം ലഭിക്കുക. ഫലസ്തീൻ ജനതയ്ക്കും അധിനിവേശ ഭൂമിയുടെ മോചനത്തിനും സൗദി ഭരണാധികാരികൾ നൽകുന്ന പ്രാധാന്യത്തിന്റെ ഫലമാണ് ഇത്തരം രാജകാരുണ്യമെന്ന് ഷെയ്ഖ് സാലിഹ് ബിൻ അബ്ദുല്ലാസീസ് പറഞ്ഞു. ഫലസ്തീൻ ജനത ഉയർത്തിപ്പിടിക്കുന്ന ഉത്തമ സാഹോദര്യവും ഖുദ്സിന്റെ മോചനത്തിനുള്ള പോരാട്ടവും സൗദി ഭരണകൂടത്തിനും ജനതയ്ക്കും ഏറെ വിലപ്പെട്ടതാണെന്നും ഷെയ്ഖ് സാലിഹ് വ്യക്തമാക്കി. ബഹ്റൈനിൽ ഈ വർഷം ആദ്യപാദത്തിൽ എണ്ണ ഇതര മേഖലയിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചു. ധനകാര്യ സേവനം, ഗതാഗതം, വാർത്താവിതരണം എന്നീ മേഖലകളിൽ സാമ്പത്തിക രംഗത്ത് മുന്നേറ്റമുണ്ടായതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ബഹ്റൈൻ സാമ്പത്തിക വികസന ബോർഡിന് കീഴിലുള്ള ബഹ്റൈൻ ഇക്കണോമിക് ക്വാർട്ടർലി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഹോട്ടൽ, റെസ്റ്റോറന്റ് മേഖലയടക്കമുള്ള രംഗങ്ങളിൽ രാജ്യം നേടിയ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. 2017 ആദ്യപാദത്തിൽ തന്നെ ബഹ്റൈൻ സാമ്പത്തിക മേഖല മൊത്തത്തിൽ 2.9% വളർച്ച നേടി. 2016 വർഷം പൂർത്തിയായപ്പോൾ 3% വളർച്ച. വൻകിട അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഈ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. $300 കോടി അലൂമിനിയം വ്യവസായശാല, $110 കോടി വിമാനത്താവള നവീകരണ പദ്ധതി, $33 കോടി ബനാഗ്യാസ് വാതക നിലയം തുടങ്ങിയവ ഉൾപ്പെട്ടതാണ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ. GCC വികസന ഫണ്ടിന്റെ ഭാഗമായ പദ്ധതികളുടെ മൂല്യത്തിലും വലിയ വർധനയുണ്ടായി. 2017 രണ്ടാം പാദത്തോടെ GCC വികസന ഫണ്ട് പദ്ധതി തുക $320 കോടി ബഹ്റൈൻ ഇക്കണോമിക് ക്വാർട്ടർലി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മീഡിയ 1 ബഹ്റൈൻ. ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനം മണിക്കൂറുകളോളം വൈകി. വിമാനത്തിലെ ശീതീകരണി പ്രവർത്തനരഹിതമായതിനാൽ കഠിനമായ ചൂട് സഹിച്ചാണ് സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളും അടക്കമുള്ള 300ഓളം പേർ ഇത്രയും സമയം കാത്തിരുന്നത്. ഇന്ന് പുലർച്ചെ 3:05 ദുബായിൽ നിന്ന് പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റ് SG-18 വിമാനമാണ് സാങ്കേതിക തകരാറ് കാരണം വൈകിയത്. ദുബായിലെ ബസ് സ്റ്റോപ്പുകൾ പലതും ശീതീകരിച്ചവയാണ് എന്ന് കരുതി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയാൽ 300 ദിർഹമാണ് പിഴ. നിസ്സാരമെന്ന് കരുതി യാത്രക്കാർ ആവർത്തിക്കുന്ന ഇത്തരം നിയമലംഘനങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം ആരംഭിക്കുകയാണ് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. പൊതുവാഹനങ്ങളിൽ യാത്രക്കാർ സ്ഥിരമായി ആവർത്തിക്കുന്ന 61 നിയമലംഘനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് RTIയുടെ ബോധവൽക്കരണം. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ കിടന്നുറങ്ങുക, ബസ്സിലും മെട്രോയിലും യാത്രക്കിടെ ഭക്ഷണം കഴിക്കുക, ചൂയിങ്ങം ചവയ്ക്കുക എന്നിവയെല്ലാം സാമാന്യം നല്ല തുക പിഴ കിട്ടുന്ന തെറ്റുകളാണ്. ആപൽഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട എമർജൻസി വാതിലുകൾ ഒരു കൗതുകത്തിന് തുറന്നാൽ പോലും 2000 ദിർഹമാണ് പിഴ. വളർത്തുമൃഗങ്ങളുമായി പൊതുവാഹനങ്ങളിൽ കയറാൻ പാടില്ല. വഴികാട്ടുന്ന നായകൾക്ക് മാത്രം ഇക്കാര്യത്തിൽ ഇളവുണ്ട്. സ്ത്രീകൾക്ക് സംവരണം ചെയ്ത സീറ്റുകളിൽ ഒപ്പം സ്ത്രീയുടെ ഉറ്റ ബന്ധുക്കളെപ്പോലും അനുവദിക്കില്ല. കുട്ടികൾക്ക് പക്ഷേ ഇളവുണ്ട്. തൊട്ടടുത്ത സീറ്റിൽ കാൽ കയറ്റി വെച്ചാലും കിട്ടും നല്ല പിഴ. മെട്രോയിൽ 2 ബോഗികൾക്കിടയിലെ സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്യലും കുറ്റകരമാണ്. മുന്നറിയിപ്പ് പലത് നൽകിയിട്ടും ഇത്തരം നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണമെന്ന് ഗതാഗത പ്രവർത്തന നിരീക്ഷണ വിഭാഗം ഡയറക്ടർ അബ്ദുള്ള അൽ മഹരി പറഞ്ഞു. മീഡിയ 1 ദുബായ്. കുവൈത്തിൽ ഗാർഹിക ജോലിക്കാരെ ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ സൗകര്യമൊരുക്കുമെന്ന് അൽ ദുറ റിക്രൂട്ടിംഗ് കമ്പനി. സർക്കാർ മേൽനോട്ടത്തിൽ ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിക്കുന്ന റിക്രൂട്ടിംഗ് കമ്പനിക്ക് 6 ഗവർണറേറ്റുകളിലും ഓഫീസുകളുണ്ടാകുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു.
ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റിനായി സർക്കാർ മേൽനോട്ടത്തിൽ രൂപീകൃതമായ കമ്പനിയാണ് അൽദുറ. രാജ്യത്തെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുമായി സഹകരിച്ചാണ് അൽദുറയുടെ പ്രവർത്തനം. 6 ഗവർണറേറ്റുകളിലുമായി കമ്പനിയുടെ 6 ശാഖകൾ ഒക്ടോബർ 1 മുതൽ പ്രവർത്തനമാരംഭിക്കും. വീട്ടുജോലിക്കാരെ ആവശ്യമുള്ള സ്വദേശികൾ റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിനായി തങ്ങളുടെ താമസപരിധിയിലുള്ള ശാഖയെ സമീപിക്കണം. എന്നാൽ അപേക്ഷ നൽകുന്നതുൾപ്പെടെ പ്രാഥമിക നടപടികൾക്ക് ഓഫീസുകളെ സമീപിക്കേണ്ട ആവശ്യമില്ലെന്നും ഇതിനായി ഓൺലൈൻ സേവനം ലഭ്യമാക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. തൊഴിലാളികൾ കുവൈത്തിലെത്തിയാൽ സ്പോൺസർ ഓഫീസിൽ നേരിട്ടെത്തി സ്വീകരിക്കണം. വിവരമറിയിച്ച് 24 മണിക്കൂറിനകം തൊഴിലാളിയെ ഏറ്റുവാങ്ങിയില്ലെങ്കിൽ നിയമപരമായ ഉത്തരവാദിത്തം സ്പോൺസർക്കായിരിക്കും. ബലിപെരുന്നാളിന് മുമ്പ് 3 രാജ്യങ്ങളുമായി റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് കരാറിലൊപ്പിടുമെന്നും കമ്പനി അധികൃതർ കൂട്ടിച്ചേർത്തു. അതേസമയം കമ്പനി പ്രവർത്തനക്ഷമമാകുന്നതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വീട്ടുജോലിക്കാരെ കൊണ്ടുവരുന്നതിനുള്ള ചെലവ് 350 ദിനാറായി ചുരുങ്ങുമെന്ന വാർത്ത അധികൃതർ നിഷേധിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. റിയാദിൽ കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലകളിൽ നിന്ന് വാണിജ്യ സ്ഥാപനങ്ങളെയും ബാച്ചിലേഴ്സിനെയും നിർബന്ധിച്ച് ഒഴിപ്പിക്കുന്നു. റിയാദ് നഗരസഭയുടെ സിറ്റി പ്ലാനിന്റെ ഭാഗമായി നടപ്പാക്കുന്ന പരിഷ്കരണം മേഖലാ ഗവർണറേറ്റ്, റിയാദ് പോലീസ്, വാണിജ്യ നിക്ഷേപ മന്ത്രാലയം, സൗദി ഇലക്ട്രിസിറ്റി കമ്പനി, നാഷണൽ വാട്ടർ കമ്പനി എന്നിവയുമായി സഹകരിച്ചാണ് നടപ്പാക്കുന്നത്. കമ്പനികൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, ഗോഡൌണുകൾ, വർക്ക്ഷോപ്പുകൾ, കമ്പനി ജോലിക്കാരുടെ ബാച്ചിലർ താമസ കേന്ദ്രങ്ങൾ എന്നിവ കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് നഗരസഭയുടെ നോട്ടീസിലുള്ളത്. നോട്ടീസ് നൽകി 1 മാസത്തെ സാവകാശത്തിന് ശേഷം നിർദ്ദേശം നടപ്പാക്കിയിട്ടില്ലെങ്കിൽ വൈദ്യുതിയും വെള്ളവും തടയും. മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഒഴിവാക്കാത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷിപ്പിംഗ് ലോജിസ്റ്റിക് കമ്പനിയായ മിലാഹ ഒമാനിൽ ചുവടുറപ്പിക്കുന്നു. ദുബായ് വഴിയുടെ ഷിപ്പിംഗ് തടസ്സപ്പെട്ടതോടെയാണ് മിലാഹ ഒമാനിലെ സൊഹാറിൽ വൻ സൗകര്യത്തോടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത്. UAEയിലെ ജബൽ അലിയിൽ നിന്ന് മാറി ഒമാനിലെ സൊഹാറിനെ ബിസിനസ് ഹബ്ബാക്കി മാറ്റുകയാണ് മിലാഹയുടെ ലക്ഷ്യം. പ്രവാസികൾക്ക് ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് വഴികാട്ടുന്നതിന് ദുബായിലെ മനോയജ്ഞം ആയുർ ആരോഗ്യ സൗഖ്യം എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗങ്ങൾ, ആഹാരക്രമം, രോഗപ്രതിരോധം എന്നീ വിഷയങ്ങളിലായിരുന്നു ശില്പശാല. മനോജ് കളരിക്കൽ വിഷയം അവതരിപ്പിച്ചു. ഡോക്ടർ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം.